5000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. BJPയുടെ ശക്തി കേന്ദ്രമായ നഗരപരിധിയിൽ ഞങ്ങൾ വിചാരിച്ചതിലും പോളിംഗ് കൂടിയെന്നും LDFും UDFും അവരുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന പഞ്ചായത്തുകളിൽ പോളിംഗ് കുറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. 10,000-ത്തിലധികം വോട്ടുകളുടെ ലീഡാണ് നഗരസഭാ പരിധിയിൽ പ്രതീക്ഷിക്കുന്നതെന്നും UDFിന് പിരായിരി പഞ്ചായത്തിൽ ലഭിക്കുന്ന ലീഡിനെ മറികടക്കാനുള്ള ഭൂരിപക്ഷം നഗരസഭാ പരിധിയിൽ NDAക്കും കിട്ടും. കഴിഞ്ഞ തവണ 3 പഞ്ചായത്തുകളിലും 3ാം സ്ഥാനമായിരുന്നു NDAക്ക്. ഇത്തവണ പിരായിരി പഞ്ചായത്തിൽ 2ാം സ്ഥാനത്തേക്ക് വരും. മറ്റ് 2 പഞ്ചായത്തുകളിൽ UDFിനും LDFിനും ഒപ്പമോ അല്ലെങ്കിൽ ഇരുമുന്നണികളെയും മറികടന്ന് മുന്നോട്ടു പോകാനാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. 10,000-ത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഷാഫിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടുമോ എന്നായിരുന്നു മറുപടി. സന്ദീപ് വാര്യരുടെ UDF പ്രവേശനം BJPക്ക് ഗുണം ചെയ്തെന്നും UDFിനെ തിരിച്ചടിയായെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. 2012-ൽ മോദിയുടെ ഫ്ലെക്സ് ബോർഡ് കീറിയതിന്റെ പേരിൽ കലാപമുണ്ടാക്കി സന്ദീപ് ഒളിവിൽ പോയി താമസിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും ആ പ്രദേശത്തെ പ്രവർത്തകരെയും ആശ്വസിപ്പിക്കാൻ താനേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 3 മാസം മുൻപ് തന്നെ കോൺഗ്രസ്, CPM, BJP വോട്ടുകൾ എത്രയെന്ന് നോക്കിയിരുന്നുവെന്നും പോളിംഗ് ശതമാനം നോക്കുമ്പോൾ UDFിന്റെ വോട്ടുകൾ ചെയ്യേണ്ടവ ചെയ്തിട്ടുണ്ടെന്നും പാലക്കാട്ടെ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. NDA അടിച്ചു കയറുമെന്ന് അവകാശപ്പെടുന്ന നഗരസഭയിൽ പോളിംഗ് ശതമാനം പഞ്ചായത്തുകൾക്കൊപ്പമോ അല്ലെങ്കിൽ കുറവോ ആണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അതേസമയം പ്രതീക്ഷിച്ച പോളിംഗ് പാലക്കാട് നടന്നിട്ടില്ലെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിനും പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ LDFിന് മികച്ച വിജയം നേടാനാകുമെന്നാണ് സരിന്റെ പ്രതീക്ഷ. അതേസമയം UDF 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFിന്റെ 40,000 രാഷ്ട്രീയ വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനാൽ 10,000 വോട്ടുകൾ അധികമായി ലഭിക്കുമെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ ഇത്തവണ കിട്ടുമെന്നും 50,000 വോട്ടുകൾ അനായാസം നേടുമെന്നും UDF 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും കണ്ണാടി പഞ്ചായത്തിലും പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നും സരിൻ പറഞ്ഞു. NDAയും LDFും UDF 3ാം സ്ഥാനത്ത് ഇപ്രാവശ്യം എത്തുമെന്നാണ് ഉറച്ചു പറയുന്നത്. പണം ഞങ്ങൾ തരും.